അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ മൈ ഡിയർ വ്യൂവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് മൈ റിലേറ്റീവ്സ്. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതൊരു സ്വീറ്റാണ്. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒന്നാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. എന്തായാലും ഓഗസ്റ്റ് 15 കൂടിയാണല്ലോ. അപ്പം പിന്നെ ഒരു സ്വീറ്റ് തന്നെ ആകാമെന്ന് വിചാരിച്ചു. പേടയാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ കൂടി ആയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിനൊരു കളറാക്കാം, നമ്മുടെ കൊടിയുടെ കളർ തന്നെ ആക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 3 കളറാക്കി എന്നേ ഉള്ളൂ. അപ്പം ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പാൽപ്പൊടിയാണ് മെയിനായിട്ട് വേണ്ടത്. ഞാനിപ്പോൾ 250 ഗ്രാമിൻ്റെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും പാലും വേണം. ഈ 3 കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പേട ഉണ്ടാക്കാം. ബാക്കിയുള്ള ഞാനെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓപ്ഷണലാണ്, എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. ഒരു കപ്പോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പോളം കോവ എടുത്തിട്ടുണ്ട്. പാൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. കുറച്ച് മുമ്പ് പാലുണ്ടായപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പം അതുള്ളത് കൊണ്ട് എടുത്തു. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അതൊരു 1/4 ടിന്നോളം വേണ്ടി വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടെ ഒരു പാനിലിട്ടിട്ട് ഒന്നങ്ങ് വിരകി എടുക്കണം. എന്നിട്ടാണ് ഇത് പേടയാക്കി എടുക്കുന്നത്. ഇതിപ്പം 150 ml കപ്പാണ്. ഇതിലേക്ക് 2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ ചൂടായി വന്നപ്പം അതിലേക്ക് ഞാനിപ്പം 1 കപ്പ് പാലങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാല് ചൂടായി വരുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ലോ ആക്കി വെക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പാല് നന്നായിട്ടങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചിട്ടിങ്ങനെ ആ ഒരു സൈഡിലൊക്കെ അതിൻ്റെ ആ ഒരു പാട കെട്ടിക്കിടക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ച് വന്ന പാലിലേക്ക് നമുക്ക് ആദ്യം കോവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോവ ഫ്രീസറിൽ വെച്ചതാണ്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് അങ്ങ് പുറത്തെടുത്ത് വെച്ചത്. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പാലിലേക്ക് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മരത്തവി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നല്ലൊരു മരത്തവി, നമ്മൾ കറിയിലൊന്നും ഇടാത്ത നല്ലൊരു മരത്തവി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. ഏകദേശം ഒരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് അങ്ങ് കുറച്ച് കൊടുക്കാം. ഒരുപാട് സ്വീറ്റ് ആയാൽ നമുക്ക് തിന്നുമ്പോൾ കുറേ തിന്നാനൊന്നും പറ്റില്ലല്ലോ. ചെറിയ കഷ്ണം തിന്നുമ്പോൾ തന്നെ ഒരു മസ്ത് കിട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് അലിയിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാലിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കുറച്ചൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ലിക്വിഡ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലിട്ട് ഒന്നങ്ങ് അലിയിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ലിക്വിഡ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സായി കിട്ടുമല്ലോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും പാലും മിൽക്ക് മെയ്ഡും ഒക്കെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമും കോവ ഒക്കെ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പാൽപ്പൊടി അതുപോലെ മിൽക്ക് മെയ്ഡ് കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പേട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പം ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി പാൽപ്പൊടി മാത്രമേ ചേർക്കാനുള്ളൂ. അപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് തിക്കായി വന്നപ്പം ഞാനിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഒരുമിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്, കാരണം കട്ട പിടിച്ചു പോകും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്തായാലും പാൽപ്പൊടി ചേർക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കാണും. അത് പക്ഷെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ആ കട്ടയൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. ഇതേപോലെ നന്നായിട്ട് മരത്തവി യൂസ് ചെയ്തിട്ട് അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പാനിൽ നിന്നും വിട്ടുവരുന്നത് വരെ ഇനി അങ്ങ് ഇളക്കി കൊടുത്തിട്ട് വിരകിയെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. പാനിൽ നിന്നും നന്നായിട്ട് വിട്ടുവരുന്നത് വരെ ഇതിങ്ങനെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ല കട്ടിയുള്ള ഒരു മരത്തവി ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറേയൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്നങ്ങ് പോയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോൾഡ് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നങ്ങ് ടൈറ്റായി വന്നപ്പം പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ലൂസായ പോലെ ഉണ്ടെങ്കിലും കുറച്ച് ചൂടാറിയാൽ അതൊന്ന് ടൈറ്റായിട്ട് വരും. നമുക്ക് സാധാരണ പേട എങ്ങനെയാണോ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ ആയിട്ട് കിട്ടും.
അപ്പം ഞാനിപ്പോൾ ഇതൊരു ഫ്ലാഗിൻ്റെ കളറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. 3 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. 2 പാർട്ടിൽ കളർ കൊടുത്തു. ഒന്നിലേക്ക് പിസ്ത കളറും ഒന്നിലേക്ക് ഒരു യെല്ലോ കളറും കൊടുത്തിട്ടുണ്ട്, ഫുഡ് കളർ. ഫുഡ് കളർ യെല്ലോക്ക് പകരം നമുക്ക് കുറച്ച് സഫ്രോൺ കലക്കിയിട്ട് ആ വെള്ളം ഇട്ടിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. 3 കളർ ഇതേപോലെ ലൈനാക്കി വെച്ചിട്ട് ഒരു ഫ്ലാഗിൻ്റെ ഷേപ്പാക്കിയെന്നേ ഉള്ളൂ. മറ്റേത് വരുന്നത് ഒരു മോൾഡിൽ ഞാൻ 3 കളർ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പ്രസ് ചെയ്തെടുത്തതാണ്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്നുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പേട ഉണ്ടാക്കുന്നത് ഏറ്റവും ഈസിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. കുറച്ച് ചിലവാണ്, പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും വേണം, അത്രയേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ, നമുക്കും തിന്നാൻ ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു